ഈ അങ്ങനെ നിക്കണ്ട, ഈ അവിടെ നിന്നോ. ഈ എന്താ മനസ്സിലാക്കി? എന്തായിക്കോട്ടെ, അവിടെ നിക്ക്, ഇറങ്ങിക്കോളാം. തലച്ചോറ് പുറത്തേക്ക് ഈ കണ്ടിക്കണോ ഒരു ചെറുപ്പക്കാരന്റെ? ഈ കണ്ടെങ്കിൽ ഈ നാട്ടിലെ ജീവിതമുള്ള ഈ പറഞ്ഞ സർക്കാരിന് തരുന്നില്ല, നിങ്ങളും തരുന്നില്ല. നമുക്ക് ജീവിക്കണ്ടേ? നിങ്ങളെ ഹർത്താൽ വെച്ചിട്ട് ഞങ്ങൾ പണി കൊടുക്കണം. ഹർത്താൽ നല്ലതാണോ? എല്ലാവരുടെയും മിക്കവരുടെയും ചോദ്യം തന്നെയാണ്. ഇതുപോലുള്ള ഹർത്താലൊക്കെ നല്ലതൊക്കെ തന്നെയാണെന്ന് എൻ്റെ അഭിപ്രായം. പക്ഷേ അതൊരു മറ്റുള്ളവർ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാവരുത്. തീർച്ചയായിട്ടും പോലീസിൻ്റെ അനാസ്ഥയുണ്ട്. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ പോയി ഉപരോധിക്കുക. അല്ലാതെ ഒരു വഴിക്ക് ഇതുപോലെ പട്ടിണിപ്പാവങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നത് വളരെ തെറ്റാണ്. അവരുടെ ഒരു ദിവസത്തെ അന്നമാണ് അത്. ഓട്ടോറിക്ഷക്കാരുണ്ട്, പിന്നെ സാധാരണക്കാരുണ്ട്, ലോട്ടറിക്കാർ, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. ലോട്ടറിക്കാർ, അതുപോലെ തന്നെ ഈ മറ്റേ ഓൺലൈൻ ഡെലിവറിക്കാർ, അങ്ങനെ ഇതുപോലെ സാധാരണ കൂലിപ്പണി ചെയ്താലും അവരുടെ ഒരു ദിവസത്തെ അന്നം കൊണ്ടാണ് കുടുംബം കഴിഞ്ഞു പോകുന്നത്. പക്ഷേ ആ അന്നം പോലും ഈ ഒരു ഹർത്താൽ കാരണം അവരെ മുടക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ തെറ്റ് തന്നെ കാര്യമാണ്. പക്ഷേ മറ്റുള്ള ആ സംഭവം എന്തായാലും ദുഃഖമുണ്ട്. ആ തലച്ചോറടിച്ച് പൊളിഞ്ഞ എന്നാണ് ആ വീഡിയോ പറയുന്നത്. തീർച്ചയായിട്ടും ദുഃഖമുണ്ട്. പക്ഷേ അത് നിങ്ങളത് പോലീസിന് അനാസ്ഥയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഉപരോധിക്കുക. അല്ലാതെ ഒരാൾ പട്ടിണിപ്പാവത്തെ വഴി തടഞ്ഞിട്ടിട്ട് ചെയ്യുന്നത്, അവരുടെ അന്നം മുടക്കി ചെയ്യുന്നത് വളരെ കാര്യമാണ്. ഇനി ഹർത്താലും കൊണ്ട് ഒരുപാട് പേര് ഇതുപോലെ ആക്രമണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മെഡിക്കൽ ഫീൽഡിലുള്ളവരുടെ ആംബുലൻസ് ഇവരും തടയാൻ പാടില്ല എന്നാണ്. എന്നാലും ചില പാർട്ടി അനുകൂലികളൊക്കെ ഇത് തെറ്റിക്കുന്നുണ്ട്. അപ്പോൾ ഹർത്താൽ നല്ലതൊക്കെ തന്നെയാണ്. പക്ഷേ മറ്റുള്ളവർ അന്നം മുടക്കിക്കൊണ്ട് ആവരുത് എന്നുള്ളതാണ്.